ഹലോ, ഇത് നല്ല വഴുതനങ്ങ കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല മല്ലിപ്പൊടി ചേർത്ത് നല്ല വഴറ്റിയെടുത്ത വഴുതനങ്ങ കറിയാണ്. നല്ല ടേസ്റ്റോട് കൂടി ഈ വഴുതനങ്ങ കറി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 3 അല്ലി ചെറിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പഴുത്ത തക്കാളി. ഇവയെല്ലാം നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വഴുതനങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ എടുക്കാവുന്നതാണ്. ഞാനിതിൽ 4 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് വഴറ്റാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. മല്ലിപ്പൊടി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റാം. തക്കാളി വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം. അതിന് മുൻപായി ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർക്കാം. ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയായ കറിയാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.